പ്രഭാത പ്രാർത്ഥന. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുമ്പലത്തെ പോലെ സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ രൂപപ്പെടുത്തി ഈ ലോകത്തിലേക്ക് അങ്ങയുടെ മനസ്സിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാനായി എന്നെ അയച്ച കർത്താവേ, സാമുവേലിനെ പോലെ നിന്റെ വാക്കുകൾ ശ്രവിക്കാൻ എനിക്ക് കൃപ തരയണമേ. പലപ്പോഴും അങ്ങ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് എന്നെ വിളിച്ചപ്പോൾ അത് ശ്രവിക്കാനുള്ള ആത്മീയ ചൈതന്യം, അഭിഷേക ചൈതന്യം എനിക്ക് ഇല്ലാതെ പോയതിന്, അത് ഞാൻ കെട്ടി അടച്ചതിന് മാപ്പ് ചോദിക്കുന്നു. പൊറുക്കേണമേ. എന്തെന്നാൽ അങ്ങ് നൽകിയ ആത്മീയ ചൈതന്യത്തിൻ്റെ ഉണർവിൽ, അഭിഷേക ചൈതന്യത്തിൻ്റെ നിറവിൽ അങ്ങയുടെ വാക്കുകൾ മാത്രം ശ്രവിച്ച് എന്നിലൂടെ ആർക്കെങ്കിലും അങ്ങയുടെ പ്രവൃത്തികൾ, സുവിശേഷ പ്രഘോഷണം സംജാതമാക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവോ അവ പൂർണ്ണമായും നിറവേറ്റി അങ്ങേ വിളിക്ക് പ്രത്യുത്തരിച്ച് മുന്നേറുവാൻ എന്നെ അനുവദിക്കണമേ. യേശുവേ, എപ്പോഴും എൻ്റെ കൂടെയുള്ള കർത്താവേ, എന്നെ സഹായിക്കണമേ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ വില്യം ബെറയു. പ്രാർത്ഥനയാണ് വിശുദ്ധരെ സുഹൃതരാക്കിയത്. അതുതന്നെയാണ് ആധ്യാത്മിക വിജ്ഞാനം നമ്മിൽ ചൊരിയുന്നതും നമ്മുടെ സ്നേഹങ്ങളെ പൗത്രീകരിക്കുന്നതും. സങ്കീർത്തകനെ പോലെ അനുദിനം ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷമെന്ന് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ അനുഗ്രഹം നൽകണമേ. ആമേൻ.